ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു വായനയായാലോ? ഈ അത്ഭുതം നിന്നെ എങ്ങനെ സ്വാധീനിക്കുന്നു? എന്താ സംഭവം നമുക്ക് നോക്കിയാലോ? 4 പേർ തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവരുന്നത് രോഗത്തിൻ്റെ ഗുരുതാവസ്ഥയെ കാണിക്കുന്നു. മേൽക്കൂര പൊളിക്കുന്നത് രോഗശാന്തിക്ക് അപേക്ഷിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. പാപമോചന വാക്കുകളും കിടക്കയും എടുത്ത് പോകാനുള്ള കൽപ്പനയുമാണ് സൗഖ്യദായകൻ്റെ പ്രവൃത്തി. കിടക്കയും എടുത്ത് പോകുന്നത് രോഗം പൂർണ്ണമായി സുഖപ്പെട്ടു എന്നതിൻ്റെ പ്രകടനമാണ്. പാപമോചനം കൊടുക്കാനുള്ള യേശുവിൻ്റെ അധികാരത്തെക്കുറിച്ചുള്ള സംശയം യേശു നൽകുന്ന സൗഖ്യം മൂലം ദൂരീകരിക്കപ്പെടുന്നു. വളരെ സാഹസികമായി ആ മനുഷ്യനെ യേശുവിൻ്റെ അടുത്തെത്തിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത് യേശുവിലുള്ള അവരുടെ ഉറച്ച വിശ്വാസമാണ്. തളർവാദ രോഗിയെ മകനെ എന്ന് യേശു വിളിക്കുന്നു. തളർവാദ രോഗിയോട് എഴുന്നേറ്റ് നടക്കാൻ യേശു കൽപ്പിച്ചപ്പോൾ അയാൾ എഴുന്നേറ്റ് നടന്നുവെങ്കിൽ അതേ യേശു തന്നെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതും സംഭവിച്ചിട്ടുണ്ട് എന്നാണ് യേശു വ്യക്തമാക്കുന്നത്. വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.